മെക്സിക്കോയിൽ നിന്നും ക്യൂബയെ ആക്രമിക്കാനായിരുന്നു ഫ്യൂഡലിന്റെ പദ്ധതി. ഒരു പഴയ ബോട്ടിലാണ് അവർ ക്യൂബയെ ലക്ഷ്യമാക്കി നീങ്ങിയത്. എന്നാൽ ക്യൂബയിൽ ഇറങ്ങിയുടൻ അവർ ബാറ്റിസ്റ്റയുടെ സൈന്യത്താൽ ആക്രമിക്കപ്പെട്ടു. കൂടെയുള്ളവർ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു. പിടിക്കപ്പെട്ടവരെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ആ സംഘത്തിലെ 22 പേരാണ് പിന്നീട് ജീവനോടെ ഉണ്ടായിരുന്നത്. 88ഓളം പേർ കൊല്ലപ്പെട്ടു. ഇവിടെ വെച്ചാണ് ചെ തന്റെ മെഡിക്കൽ രംഗം കൈവിട്ട് പകരം ആയുധം കയ്യിലെടുക്കുന്നത്. ഒരു വിഷഗ്വരനിൽ നിന്നും സായുധ പോരാളിയിലേക്കുള്ള മാറ്റം കൂടിയായിരുന്നു അത്. വളരെ ചെറിയൊരു സംഘം മാത്രമാണ് പിന്നീട് അവശേഷിച്ചത്. സിയറ മൈസ്ത്ര മലനിരകളിൽ തമ്പടിച്ച് അവർ ആക്രമണം തുടർന്നു. ഫ്രാങ്ക് പയസിന്റെ ഗറില്ല സംഘങ്ങളിൽ നിന്നും അവർക്ക് സഹായം ലഭിച്ചുകൊണ്ടിരുന്നു. 1957 ന്യൂയോർക്ക് ടൈംസിൽ ഹെർബർട്ട് മാത്യൂസ് ഫ്യൂഡൽ കാസ്ട്രോയുമായി നടത്തിയ അഭിമുഖ സംഭാഷണം പ്രസിദ്ധപ്പെടുത്തുന്നതുവരെ ലോകം വിശ്വസിച്ചിരുന്നത് ഫ്യൂഡൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. ഈ അഭിമുഖ സംഭാഷണം ഫ്യൂഡലിനെയും ഗറില്ല സൈന്യത്തിനെയും കുറിച്ച് ജനങ്ങളിൽ ഒരുതരം ആദരപൂർവമായ അത്ഭുതമാണ് സൃഷ്ടിച്ചത്. ഈ അഭിമുഖത്തിൽ ചെ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ സമരമുന്നേറ്റങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് ചെ പിന്നീട് ബോധവാനായി. സംഘത്തിലെ അംഗങ്ങളെല്ലാം തന്നെ മാനസികമായും ശാരീരികമായും തളർന്നു. കൂടാതെ കാട്ടിലുള്ള ചില കൊതുകുകളുടെ ആക്രമണം മൂലം ശരീരത്തിലുണ്ടായ അസുഖവും അവരെ തളർത്തി. യുദ്ധമുന്നണിയിലെ ഏറ്റവും വേദനാജനകമായ ദിനങ്ങൾ എന്നാണ് ഈ ദിവസങ്ങളെ ചെ പിന്നീട് വിശേഷിപ്പിച്ചത്. സിയറ മൈസ്ത്ര മലനിരകളിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ചെ ഒരു കാര്യം മനസ്സിലാക്കി. ഈ മലനിരകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നൊന്നില്ല. ആരോഗ്യ സംരക്ഷണം പരിമിതമായേ ഉള്ളൂ. 40% ആളുകൾ നിരക്ഷരരാണ്. യുദ്ധം തുടരുമ്പോൾ തന്നെ ചെ ഈ വിമത സൈന്യത്തിന്റെ ഒഴിവാക്കാൻ വയ്യാത്ത ഒരു ഘടകമായി മാറി. ക്ഷമയും നയതന്ത്രവും കൊണ്ട് ഫ്യൂഡലിന്റെ വിശ്വാസം നേടിയെടുത്തു. ചെ ഇവിടെ ഗ്രനേഡുകൾ നിർമ്മിക്കാൻ പണിശാലകൾ നിർമ്മിച്ചു. ബ്രെഡുകൾ ഉണ്ടാക്കാനായി അടുപ്പുകൾ പണിതു. പുതിയതായി സൈന്യത്തിലേക്ക് വരുന്നവരെ ആക്രമണ മുറകൾ പഠിപ്പിച്ചു. എല്ലാത്തിലും ഉപരിയായി നിരക്ഷരരായ ജനങ്ങളെ എഴുതാനും വായിക്കുവാനും പഠിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണത്തിനായി ചെറിയ ആശുപത്രികൾ സ്ഥാപിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം ചെ ഫ്യൂഡലിന്റെ തലച്ചോറ് എന്ന് വിശേഷിക്കപ്പെട്ടു. സെക്കൻഡ് ആർമി കോളത്തിന്റെ കമാൻഡറായി ചെഗുവരെ ഫ്യൂഡൽ അവരോധിച്ചു. സൈന്യത്തിലെ 2ാം കമാൻഡറായി ചെ നിയോഗിക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹം തികഞ്ഞ ഒരു സൈന്യാധിപനായി മാറി. സൈന്യത്തിൽ നിന്നും മറ്റു കാരണങ്ങൾ കൊണ്ട് ഒളിച്ചോടിയവരെയും പിന്തിരിഞ്ഞവരെയും യാതൊരു ദാക്ഷിണ്യവും കൂടാതെ വെടിവെച്ച് കൊന്നുകളയാൻ ചെ മടിച്ചില്ല. സംശയം തോന്നുന്നവരെ പിന്തുടരുവാൻ ചെ തന്റെ വിശ്വസ്തരെ അയച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ക്രൂരനായ ഒരു കമാൻഡർ എന്ന ഒരു പേര് ചെയിൽ അവരോധിക്കപ്പെട്ടു. ഒറ്റുകാരെയും ഒളിച്ചോടിയവരെയും രഹസ്യങ്ങൾ ചോർത്തുന്നവരെയും നിഷ്കരണം ചെ വധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ഒട്ടിമോ ഗുവേര എന്ന ഒറ്റുകാരന്റെ അവസാന സമയത്തെക്കുറിച്ച് ചെ പിന്നീട് തന്റെ ഡയറി കുറിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. കർഷകനായിരുന്ന ഒട്ടിമോ ബാറ്റിസ്റ്റായുടെ സൈന്യത്തിൽ വിമത സൈന്യത്തിന്റെ താവളങ്ങൾ രഹസ്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നതായിരുന്നു കുറ്റം. ഇയാളുടെ സൂചനകൾ അനുസരിച്ച് ക്യൂബയുടെ വായുസേന ഇത്തരം താവളങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയുണ്ടായി. വിചാരണ വേളയിൽ ഒട്ടിമോ കുറ്റം സമ്മതിച്ചു. ഒട്ടിമോ ചെഗുവരയോട് അഭ്യർത്ഥിച്ചു, എന്റെ ജീവിതം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു തരൂ. ഈ സംഭവത്തെക്കുറിച്ച് ചെ എഴുതുന്നു, സന്ദർഭം അത്ര സുഖകരമല്ലായിരുന്നു. ഞാൻ ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു തോക്ക് ഉപയോഗിച്ച് അവന്റെ തലച്ചോറിന് വലതുവശത്തായി ഞാൻ നിറയൊഴിച്ചു. വലത് ടെമ്പറൽ ലോബിൽ അതൊരു ദ്വാരമുണ്ടാക്കി. ഒരു ഒറ്റുകാരന്റെ വധശിക്ഷ എന്ന പേരിൽ പിന്നീട് ചെ ഒരു പുസ്തകം എഴുതുകയുണ്ടായി. യുദ്ധമുന്നണിയിലുടനീളം വളരെ ക്രൂരനായ ഒരു നേതാവായി ചിത്രീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും കിട്ടുന്ന ഇടവേളകളിൽ തന്റെ സൈനികർക്ക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ചെ ശ്രദ്ധാലുവായിരുന്നു. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെയും സെർവാന്റസിന്റെയും ചില സ്പാനിഷ് എഴുത്തുകാരുടെയും മറ്റു കവിതകളും എല്ലാം തന്റെ സൈനികർക്ക് വായിക്കാനായി ചെ നൽകിയിരുന്നു. ഹൊസെ മാർട്ടയുടെ അതിരുകളില്ലാത്ത സാക്ഷരത എന്ന ആശയത്തിൽ ചെ ആകൃഷ്ടനായിരുന്നു. നിരക്ഷരരായ ജനങ്ങളെ അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിപ്പിക്കാനായി തന്റെ സൈനികാംഗങ്ങളോട് ചെ ആവശ്യപ്പെട്ടു.
ഇതിലൂടെ അജ്ഞതയ്ക്കെതിരെ ഒരു യുദ്ധം കൂടി ചെ തുടങ്ങിവെച്ചു. ഫ്യൂഡൽ കാസ്ട്രോയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കമാൻഡറായിരുന്നു ചെ. ബുദ്ധിമാനും കഴിവുള്ളവനുമായൊരു നേതാവ് എന്നാണ് ഫ്യൂഡൽ ചെഗുവരെ വിശേഷിപ്പിച്ചിരുന്നത്. തന്റെ സൈന്യത്തിന്റെ മാനസിക മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ഓഫീസർ എന്നായിരുന്നു ഫ്യൂഡൽ ചെഗുവരെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ചെഗുവരയുടെ ചങ്കൂറ്റത്തോടെയുള്ള നീക്കങ്ങൾ ശത്രു സൈന്യത്തിന്റെ പോലും ആദരവ് പിടിച്ചുപറ്റിയിരുന്നതായി അദ്ദേഹത്തിന്റെ ലഫ്റ്റനന്റ് ആയിരുന്ന ജോയൽ ഇഗ്ലസിയാസ് ഓർക്കുന്നു. യുദ്ധഭൂമിയിൽ മുറിവേറ്റുകിടക്കുന്ന ജോയലിനെ സഹായിക്കാനായി വെടിയുണ്ടകളെപ്പോലും വകവെക്കാതെ ഓടിയെത്തിയ ചെഗുവരെ ജോയൽ ഓർക്കുന്നു. ഒരു വിമത റേഡിയോ പ്രക്ഷേപണം നടത്തുന്നതിൽ ചെ വിജയിച്ചിരുന്നു. ഇതിലൂടെ സൈന്യത്തിന്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. കൂടാതെ വളർന്നുവരുന്ന വിമത സൈന്യങ്ങൾ തമ്മിൽ റേഡിയോയിലൂടെ പരസ്പരം ആശയവിനിമയം നടത്താനും ഈ രീതി ഉപകരിച്ചു. ഗ്വാട്ടിമാലയിലെ സർക്കാരിനെ പുറത്താക്കാനായി അമേരിക്കൻ ചാരസംഘടന ഉപയോഗിച്ച റേഡിയോ ആശയവിനിമയത്തിൽ നിന്ന് ചെ ഏറെ പ്രചോദനം ഉൾക്കൊണ്ടു. 1958 അവസാനത്തിൽ ലാ മെർസിഡസ് യുദ്ധത്തിൽ ചെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഫ്യൂഡലിന്റെ സൈന്യത്തെ തകർക്കാനുള്ള ബാറ്റിസ്റ്റയുടെയും അമേരിക്കയുടെയും ശ്രമത്തെ ചെ പരാജയപ്പെടുത്തി കളഞ്ഞു. അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ലാറി ബോക്ക്മാൻ ഈ ശ്രമത്തെ പിന്നീട് വിശേഷിപ്പിച്ചത് ബ്രില്യന്റ് എന്നാണ്. ഗറില്ല യുദ്ധമുറയിൽ ഒരു നിപുണനായി ചെ മാറിയിരുന്നു. അപ്പോഴേക്കും പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്ക് ശേഷം കാട്ടിൽ ഓടിമറയാനുള്ള കഴിവ് ചെക്കുണ്ടായിരുന്നു. പ്രത്യാക്രമണം നടത്താൻ സൈന്യത്തിന് സമയം ലഭിക്കുന്നതിന് മുൻപ് ചെ കാടുകളിൽ അഭയം പ്രാപിച്ചിരിക്കും. യുദ്ധം മുറുകിയതോടെ ചെ ഒരു പ്രത്യേക സൈന്യവുമായി ഹവാന ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. ഏതാണ്ട് 7 ആഴ്ചയോളം നീണ്ട കാൽനടയായി മാത്രമുള്ള ഒരു യാത്രയായിരുന്നു അത്. ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാനായി രാത്രി മാത്രമാണ് ആ സംഘം സഞ്ചരിച്ചിരുന്നത്. ആ യാത്രയിൽ പലപ്പോഴും ഭക്ഷണം പോലുമില്ലായിരുന്നു. 1958 ഡിസംബർ അവസാന നാളുകളിൽ ലാസ് വില്ലാസ് പ്രദേശം കീഴടക്കുക വഴി ദ്വീപിനെ 2ആക്കി വിഭജിക്കാം എന്നുള്ളതായിരുന്നു സൈന്യത്തിന്റെ ലക്ഷ്യം. ഈ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട പല വിജയങ്ങളും നേടിയെങ്കിലും സാന്താ ക്ലാര എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവരുടെ അവസാന ലക്ഷ്യം സാന്താ ക്ലാര ആയിരുന്നു താനും. അവസാനം ചെ സാന്താ ക്ലാര ആക്രമിക്കാനായി തന്റെ ആത്മഹത്യാ സംഘത്തെ തയ്യാറാക്കി. ഇത് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള അവസാന തയ്യാറെടുപ്പാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ അവസാന യുദ്ധത്തിൽ ചെയുടെ സൈന്യം പല തവണ ശത്രുസൈന്യത്താൽ വളയപ്പെട്ടു. ഈ യുദ്ധത്തിൽ ചെഗുവേരയുടെ വിജയസാധ്യത 10-1 കണക്കാക്കപ്പെട്ടു. 1958 പുതുവത്സര സായാഹ്നത്തിൽ ചെയുടെ സൈന്യം സാന്താ ക്ലാര പിടിച്ചടക്കിയതായി വിമത റേഡിയോ പ്രഖ്യാപനം നടത്തി. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ നേരെ വിരുദ്ധ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. യുദ്ധത്തിൽ ചെ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു ഒരു റിപ്പോർട്ട്. 1959 ജനുവരി 1 ബാറ്റിസ്റ്റ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് വിമാനമാർഗം കടന്നുകളഞ്ഞു. ഈ സമയത്ത് ബാറ്റിസ്റ്റയുടെ പട്ടാള ഉദ്യോഗസ്ഥർ ചെഗുവരയുമായി ഒരു സമാധാന ചർച്ച നടത്തുകയായിരുന്നു. ജനുവരി 2 ചെ ഹവാന നഗരത്തിൽ കടന്നു. തലസ്ഥാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. 1959 ജനുവരി 8 മാത്രമേ ഫ്യൂഡലിന് ഹവാന നഗരത്തിലെത്താനായി സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ ഹവാനയിലേക്കുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിലായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനായി തങ്ങേണ്ടി വന്നു. ജനുവരി പകുതിയോടെ തരാരയിലുള്ള ഒരു വിശ്രമ കേന്ദ്രത്തിലേക്ക് ചെ പോയി. ആ സമയത്തുണ്ടായ ഒരു ആസ്മ രോഗത്തിൽ നിന്നുണ്ടായ ക്ഷീണത്തിൽ നിന്നും മുക്തി നേടാനായിരുന്നു ഇത്. തരാരയിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും ക്യൂബയുടെ സാമ്പത്തിക സാമൂഹിക ഭാവിയെപ്പറ്റിയുള്ള പദ്ധതികൾ തയ്യാറാക്കാനുള്ള ചർച്ചകളിലും മറ്റും ചെ പങ്കെടുക്കുമായിരുന്നു. ഈ സമയത്താണ് ചെ തന്റെ പ്രസിദ്ധമായ ഗറില്ല യുദ്ധതന്ത്രങ്ങൾ എന്ന പുസ്തകം രചിക്കുന്നത്. ഫെബ്രുവരിയിൽ വിജയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പങ്ക് കണക്കിലെടുത്ത് ജന്മം കൊണ്ടുള്ള ക്യൂബൻ പൗരൻ എന്ന പദവി നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ജനുവരി അവസാനം ക്യൂബയിൽ എത്തിച്ചേർന്നു. ചെ ഹിൽഡയോട് പറഞ്ഞു താൻ മറ്റൊരു സ്ത്രീയുമായി സ്നേഹത്തിലാണെന്ന്. അതോടൊപ്പം തന്നെ ഇരുവരും വിവാഹമോചന തീരുമാനത്തിലെത്തിച്ചേർന്നു. മെയ് 22 ഇവർ രണ്ടുപേരും ഔദ്യോഗികമായി പിരിഞ്ഞു. 1959
ജൂൺ 2-ന് ക്യൂബൻ പൗരത്വമുള്ള ജൂലൈ 26 മൂവ്മെന്റ് പ്രവർത്തകയായിരുന്ന എലൈഡ മാർച്ചിനെ ചെ വിവാഹം ചെയ്തു. 1958കളുടെ അവസാനം മുതൽ ഇരുവരും ഒരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു. തരാരയിലെ കടൽക്കരയിലുള്ള ഗ്രാമത്തിലേക്ക് എലൈഡയുമായി ചെ തിരിച്ചുപോയി. 2 വിവാഹങ്ങളിലും ചെഗുവരയ്ക്ക് കുട്ടികളുണ്ടായിരുന്നു. ഹിൽഡ ഗതിയിലുണ്ടായ മക്കൾ ഹിൽഡ ബിയാട്രിസ് ഗുവേര ഗതിയ. എലൈഡ മാർച്ചിനുണ്ടായ മക്കൾ എലൈഡ ഗുവേര മാർച്ച്, കാമിലോ ഗുവേര മാർച്ച്, സെലിയ ഗുവേര മാർച്ച്, ഏണസ്റ്റോ ഗുവേര മാർച്ച്. ഇതുകൂടാതെ ലിലിയ റോസ ലോപ്പസ് എന്ന സ്ത്രീയിലും ഒരു കുട്ടിയുണ്ടായി. എന്നാൽ ചെ ഇവരെ വിവാഹം കഴിച്ചിരുന്നില്ല. ഒമർ പെരസ് എന്നാണ് അവരുടെ പേര്. ക്യൂബൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത പാട്ടുമായി ഞങ്ങൾ ഉടനടി തന്നെ വീണ്ടും വരുന്നതാണ്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനടി തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.